യൂട്യൂബർ രാജൻ ജോസഫിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരായി തുടർച്ചയായിട്ട് രാജൻ ജോസഫ് സോഷ്യൽ മീഡിയയിൽ അവരെ അപമാനിച്ചുകൊണ്ടുള്ള വാർത്തകൾ ധാരാളം ഇട്ടു. അവരാദ്യം പരാതി കൊടുത്തെങ്കിലും അതിന് പോലീസ് കേസെടുത്തില്ല. വീണ്ടും അധിക്ഷേപിച്ചിട്ടപ്പോൾ രണ്ടാമത് വീണ്ടും പരാതി കൊടുത്തു. അതിൽ അടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ ശനിയാഴ്ച ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞായറാഴ്ച ഇയാളെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ നിന്ന് ഇയാൾക്ക് ജാമ്യം ലഭിച്ചു. എന്നാൽ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വീണ്ടും ഇയാൾ ഇത് ആവർത്തിച്ചു. വീണ്ടും അവരെ സ്ത്രീത്വത്തെ അപമാനിച്ചു. അവർക്കെതിരായിട്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ രീതിയിൽ വീണ്ടും അയാൾ ചില ചിത്രീകരണങ്ങൾ നടത്തി, അല്ലെങ്കിൽ ചില വിമർശനങ്ങൾ നടത്തി. വീണ്ടും ശ്രീനാദേവി കുഞ്ഞമ്മ അടൂർ പോലീസിൽ പരാതി കൊടുത്തു. കാരണം ജാമ്യത്തിൽ ഇറങ്ങിയതിൻ്റെ അടുത്ത ദിവസം ഇട്ടത് തീർച്ചയായിട്ടും അവരെ അവമാനിച്ചത് മാത്രമല്ല, കോടതി ഇന്ന് ജാമ്യം എടുത്തപ്പോൾ ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാണ് കൊടുത്തത് ജാമ്യം കിട്ടിയത്. അതുതന്നെയല്ല, അയാൾ വീണ്ടും അവർക്കെതിരായിട്ട് മോശമായ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ അവർ വീണ്ടും പരാതി കൊടുത്തു. കോടതി മുമ്പാകെ വീണ്ടും ഇയാളെ പ്രൊഡ്യൂസ് ചെയ്തു. അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ നേരത്തെ ജാമ്യത്തിൻ്റെ കണ്ടീഷൻ ഇയാൾ വയലേറ്റ് ചെയ്തെന്നും ഇപ്പം കൂടുതൽ IT വകുപ്പുകൾ ചേർത്ത് കഴിഞ്ഞപ്പം അടൂർ പോലീസ് ഇയാളെ കൊച്ചിയിൽ നിന്ന് വീണ്ടും പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അയാളെ ഇപ്പോൾ റിമാൻഡിലാണ്. IT ആക്ട് ഉണ്ട്, 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന IT ആക്ട് വന്നിട്ടുണ്ട്. അതേ രീതിയിലുള്ള ഒരു കേസ് നേരത്തെ എടുത്ത് ജാമ്യത്തിൽ നിന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ വീണ്ടും വിടുകയാണ്. അത് കോടതിയോട് ബഹുമാനമില്ല, സമൂഹത്തോടില്ല, സ്ത്രീത്വത്തോടില്ല. അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകനെ അത് ഇവിടെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് അതിശക്തമായ നടപടി പോലീസ് എടുത്തത്. അയാളെ വീണ്ടും റിമാൻഡ് അപേക്ഷ സഹിതം കോടതിയിൽ ഹാജരാക്കുകയും കോടതി അയാൾക്ക് തീർച്ചയായിട്ടും അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇനി അടുത്തെങ്കിലും ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമുക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിൽ നമുക്ക് വായി വരുന്നതെല്ലാം വിളിച്ചു പറയാനുള്ളൊരു വേദിയല്ലാതെ സമൂഹത്തെ അപമാനിക്കാനോ ജാതി മതത്തിനെതിരായിട്ട് ശബ്ദിക്കാനോ അതുപോലെ വ്യക്തികളെ അപമാനിക്കാനും സ്ത്രീത്വത്തെ അപമാനിക്കാനും ഒന്നും നമുക്ക് അവകാശമില്ല എന്ന് മനസ്സിലാക്കണം. യൂട്യൂബറാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എന്തും പറയാം, ആർക്കെതിരായിട്ട് എന്തും പറയാമെന്ന് ധരിക്കരുത്. വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്നുള്ള ഒരു പാഠം എല്ലാ യൂട്യൂബറും ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. അതുതന്നെയല്ല, ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു കടിഞ്ഞാണിടണം, അതിന് നിയമമാണ് നടത്തണം എന്നിപ്പം ഡൽഹി ഹൈക്കോടതി പറയുകയും ചെയ്തിരിക്കുകയാണ്. ധാരാളം യൂട്യൂബർ നമുക്കറിയാം നടിമാരെ പറ്റി എന്തും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നടന്മാരെ പറ്റി പറയുന്നതല്ല, സ്ത്രീകളെപ്പറ്റി അവരെ അവഹേളിച്ചുകൊണ്ട് അവരുടെ സിനിമ അഭിനയത്തെപ്പറ്റി, അവരുടെ വേഷവിധാനത്തെപ്പറ്റി, അവരുടെ സൗന്ദര്യത്തെപ്പറ്റി ഒക്കെ വിമർശിക്കുന്നത് നമുക്ക് കാണാം. എന്തവകാശത്തിൻ്റെ പുറത്താണ് അവരത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുതന്നെ നടിമാർ നടക്കുന്നതിൻ്റെ പുറകെയൊക്കെ അവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി അവരാരൊക്കെയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, അവരുമായിട്ട് ഇവർക്ക് ചില മോശമായ അടുപ്പമാണുള്ളതെന്നൊക്കെ രീതിയിൽ ധാരാളം വാർത്തകൾ സോഷ്യൽ മീഡിയ സൃഷ്ടിച്ചു വിടുന്നത് കാണാം. നടിമാർക്ക് ദൈനംദിനം 10-100 ആൾക്കാർ ഇതുപോലെ വൃത്തികേടുകൾ പറഞ്ഞു വരുത്തിയാൽ അവർക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ കൂടി കഴിയില്ല. പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തും പറയാമെന്ന് ആരും കരുതരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രാജൻ ജോസഫിൻ്റെ കേസ് ഒരു ടിപ്പിക്കൽ കേസുകളാണ്. അതുപോലെ പറയുന്നവർ സൂക്ഷിക്കുക. കാരണം പോലീസ് നടപടിയെടുക്കും. കേസ് കൊടുക്കാൻ എല്ലാ സ്ത്രീകളും തയ്യാറാണിപ്പം. അതുകൊണ്ട് റിമാൻഡിൽ പോവും, കുറേ മാസങ്ങൾ കിടക്കും. ആ കേസിന് ഡിജിറ്റൽ എവിഡൻസ് മാത്രം മതി ശിക്ഷിക്കാൻ. അതിന് സാക്ഷികളൊന്നും വേണ്ടാന്ന് മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് ഇത്തരത്തിൽ പറയുന്നവർ മര്യാദയ്ക്ക് നടക്കുക, മര്യാദയ്ക്ക് പ്രവർത്തിക്കുക, ഒരു സഭ്യമായ ഭാഷ സംസാരിക്കുക, ആരെയും അവമാനിക്കരുത്, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെ അവമാനിക്കരുത്, വർഗീയ ചിന്തകൾ പടർത്തിവിടരുത്. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്.